നിലമ്പൂരിലെ UDF വിജയം വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചെന്ന ആക്ഷേപം ആവർത്തിച്ചു CPM. ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയ ശക്തികളുമായി UDF കൂട്ടുകൂടുകയാണെന്നും ഇതിന്റെ പ്രത്യാഘാതം ഭാവിയിൽ കാണാമെന്നും CPM PB അംഗം A. വിജയരാഘവൻ പറഞ്ഞു. വോട്ട് ചെയ്തവരെ CPM അപമാനിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. UDF-നുള്ള വെൽഫെയർ പാർട്ടി പിന്തുണ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ പ്രചരണം തുടരുകയാണ് CPM. UDF വിജയത്തെ വർഗീയതയെ കൂട്ടുപിടിച്ചതിന്റെ വിജയമായാണ് CPM വിശദീകരിക്കുന്നത്. അവരുടെ രാഷ്ട്രീയ നിലപാടുകളെ കുറെ കൂടി വർഗീയവൽക്കരിക്കുകയാണ്. ഇത് തീവ്ര വർഗീയവൽക്കരണത്തിലേക്ക് നീങ്ങിയതാണ് UDF-ന്റെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പശ്ചാത്തലമായിട്ട് മാറിയിട്ടുള്ളത്. നിലമ്പൂരിൽ വിജയം കണ്ടില്ലെങ്കിലും UDF വെൽഫെയർ പാർട്ടി സഹകരണം മുൻനിർത്തിയുള്ള ക്യാമ്പയിൻ തുടരുമെന്ന സൂചനയാണ് CPM നൽകുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിനോടുള്ള പ്രതികരണത്തിന് സമാനമായി വോട്ട് ചെയ്തവരെ അപമാനിക്കുകയാണ് CPM എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. 65,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധി. അപ്പോഴും പറഞ്ഞു വർഗീയവാദികളും തീവ്രവാദികളുമാണ് പ്രിയങ്ക ഗാന്ധി ജയിപ്പിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ ഷൗക്കത്തിനെ ജയിപ്പിച്ചതും വർഗീയവാദികളും തീവ്രവാദികളാണ്. അങ്ങനെയാണെങ്കിൽ കേരളം വലിയ അപകടകരമായ സ്ഥലമുള്ള പറയുമ്പോൾ ആരെക്കുറിച്ചാണ് പറയുന്നത്, ഈ നാട്ടിലെ ജനങ്ങളെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ള ബോധ്യം വേണം. M. സ്വരാജിന്റെ പ്രതികരണത്തെയും സതീശൻ വിമർശിച്ചു. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അതിനുള്ള ന്യായീകരണങ്ങൾ തേടി പോവും. പക്ഷെ അദ്ദേഹം ഓർക്കേണ്ട ഒറ്റ കാര്യം, ഇടത്തെ കൈ PDP-യുടെ തോളിലും വലത്തെ കൈ ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ആസാമിയുടെ തോളിലുമായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷവും പിന്തുണാ വിവാദത്തിൽ വാക്പോര് തുടരുന്ന സൂചനയാണ് നേതാക്കൾ നൽകുന്നത്. മീഡിയ 1 നിലമ്പൂർ.